ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞങ്ങളിന്ന് രാവിലെ ഒന്നും വീഡിയോ എടുത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം 4 മണി വരെയും വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇന്നിവിടെ പണിക്കാരുണ്ടേ. ബ്ലോക്ക് ആവുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ വരുന്ന വെള്ളം നമ്മൾ പുറത്തോട്ടിങ്ങനെ പറമ്പിലോട്ടിങ്ങനെ താഴ്ചയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എപ്പോഴും ബ്ലോക്കായി വർഷങ്ങളായി ഈ പരിപാടി. അപ്പോൾ ഞങ്ങൾ മടുത്ത്, അത് ചെറിയ പൈപ്പായിട്ടിരുന്നു. അതിൻ്റെ കുഴപ്പമാണ്. പണ്ട് ചെയ്തവർ ചെറിയ പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ കൊടുത്തോണ്ട്. ഇപ്പോൾ അത് കാരണം നമ്മുടെ പുതിയല്ല നമ്മുടെ പ്ലംബറെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി വന്ന്, പുള്ളിയുടെ മോനും വേറൊരു കൊച്ചുമൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ പണികളാണ്. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് വീഡിയോസൊന്നും പിടിച്ചില്ല. പെട്ടെന്ന് അവർ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10 മണിയായപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും വൈകിട്ടത്തേക്കുള്ള എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി റൂമിൽ കയറി ഇരുന്നു. ഇവർ നല്ല വിശ്വസ്തരാണേ. അതുകൊണ്ട് ഞങ്ങൾ ചൂടുമല്ലേ, അപ്പം അവർ പണിതോട്ടേന്ന് കരുതി അവർക്ക് കട്ടൻ ചായ, പാലിരിപ്പില്ലായിരുന്നു. അപ്പം ചോദിച്ചപ്പോൾ കട്ടൻ കാപ്പി വേണ്ട, ചൂടൊക്കെയല്ലേ, കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അതെല്ലാം കൊടുത്തു. ഞങ്ങൾ പിന്നെ അകത്തോട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കയറി. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയപ്പോഴേ ഞങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും കയറി. ഞാനൊരു ചെറിയ മയങ്ങാൻ കിടന്നതാണ്. ബിജിയുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അങ്ങ് ഇരുന്നപ്പോഴത്തേക്കിനും ബിജിയുടെയും വീട്ടമ്മയുടെയും പകൽ വരുമല്ലോ, നൂറായും പകൽ വരും. അങ്ങനെ കണ്ടുകൊണ്ട് ബിജിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അങ്ങ് മയങ്ങിപ്പോയി. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞൊത്തിരിയേ ബിജിയുടെ വീഡിയോ കണ്ട്. ഒന്നാമത് ബിജിക്ക് ഇപ്പം മേലായിക ആയതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. ബിജിയെ കാണുമ്പോഴേ സങ്കടം വരുന്നുണ്ട് എനിക്ക്. നമ്മൾ സ്നേഹിക്കുന്നവർ പിന്നെ വല്ലതും വന്നാൽ എനിക്ക് സങ്കടം വരും. ഇതെന്നാണെന്നറിയാമോ, ഞാൻ ആ കൈ വെച്ചിരിക്കുന്നതുണ്ട്, ആ ഇരിപ്പ് എനിക്ക് കുഞ്ഞിലേ മുതലുള്ളതാണ്. അത് ആ ഫോട്ടോ അങ്ങനെ കാണിച്ചുണ്ട്, ചെറുപ്പത്തിലെ ഫോട്ടോ. അത് നിങ്ങൾ കണ്ടോ? ചിരിച്ചടപാട് വരും. ആ ഫോട്ടോ കാണുമ്പം ഭയങ്കര ചിരിയാണ്. ഞാൻ ഇപ്പോഴും എവിടെ ഇരുന്നാലും ഇങ്ങനെ ഇരിക്കുന്നത്. അത് കാരണം ഞാൻ പെട്ടെന്ന് അത് ഗ്യാലറിയിലുണ്ടായിരുന്നു, അതെടുത്തിട്ടത്. എന്നോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു അങ്ങനെ അതിട്ട് കാണിക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഡിലീറ്റ് ആയിപ്പോയെന്ന് പറഞ്ഞ വീഡിയോ ഇല്ലേ, അതിനകത്ത് അതൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അവർക്ക് ചായ ഇടയ്ക്കിട്ട് കൊടുത്തായിരുന്നു, കട്ടൻ ചായ വൈകുന്നേരത്തെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, അയ്യോ അകത്തിരുന്നിരുന്ന് മടുത്ത് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് വെയിൽ പോയല്ലോ. 4 മണിയായപ്പം കട്ടൻ ചായ എനിക്ക് തന്നു. അതുമൊക്കെ കുടിച്ചുകൊണ്ട് വേണ്ട ഞങ്ങളുടെ റബ്ബർ തോട്ടംകാരൻ്റെ ആവശ്യത്തെ, ഞങ്ങളുടെ വീടിൻ്റെ തെക്കേ സൈഡാണിത്. അവിടോട്ട് വന്നങ്ങ് ഇരിക്കുക. നല്ല കാറ്റാണ് അവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക്. അപ്പം റംബുട്ടാൻ്റെ കീഴെ ഞാനിങ്ങനെ ഇരിക്കുക. ആരണ്ണോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം ഈ ബിജിക്ക് ബിജി ഇന്ന് ബിജിയുടെ വീഡിയോയ്ക്കകത്ത് ബിജി പറഞ്ഞേ, ബിജീസ് കിച്ചണില്ലേ, അപ്പോൾ ബിജി പറഞ്ഞു ജോമാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, നിങ്ങളെല്ലാവരും പോയി കാണണേ. ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടോ. ആരും നമ്മളെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു ചാനലുകാരും പറയത്തില്ല കാണണേ എന്നൊന്നും. അപ്പം ജയെ അജിതയൊക്കെ പരിചയപ്പെടുത്തും, എന്നാലും അങ്ങനെ എന്നൊന്നും അവർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, കാല് പിടിച്ച് പറയാം കേട്ടോ. അപ്പോൾ ബിജി ഇന്നത് ഭയങ്കരമായിട്ട് പറയും, ജോമാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, നിങ്ങളെല്ലാം പോയി കാണണേ. പുള്ളിക്കാരത്തിക്ക് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഇരിക്കുക, യൂട്യൂബ് കൊടുത്ത സമയമാകാറായി, അപ്പോൾ ആകെ സങ്കടത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് കുറേ നേരം ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞേ. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അത് കേട്ടപ്പോൾ. ഓർക്കാപ്പുറത്തല്ലേ ഇങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടൊരു, എനിക്ക് 50 വർഷമായിട്ട് ഞാൻ അങ്ങോട്ട് വാരിക്കോരി സ്നേഹം കൊടുക്കുന്നു, സഹായം ചെയ്യുന്നതും അല്ലാതെ ഇന്ന് വരെ ഇങ്ങോട്ട് ആരും എന്നെ സ്നേഹിക്കുമോ, ആത്മാർത്ഥമായിട്ട് എന്നെ ഉടായിപ്പ് സ്നേഹം കാണിച്ച് എൻ്റെ നിന്നെല്ലാം പറ്റിച്ച് മേടിക്കുവേ. അല്ലാതെ ഇന്ന് വരെ ആരും ആത്മാർത്ഥമായിട്ട്, നമ്മുടെ സ്വന്തം വീട്ടുകാർ പോലും ആത്മാർത്ഥമായിട്ട് ആരും സ്നേഹിച്ചിട്ടും ഇല്ല, ഒന്നും ചെയ്ത് സഹായിച്ചിട്ടും ഇല്ല, ഒന്നുമില്ലേ. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര പിന്നെ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാനങ്ങ് നല്ലതായിട്ട് കരഞ്ഞ വീഡിയോ ഫുള്ള് തീർത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ അങ്ങ് ഓഫാക്കിയിട്ട് ഉടനെ അങ്ങ് കിടന്ന് ആ കിടപ്പങ്ങ് കരഞ്ഞ് ഉറങ്ങിപ്പോയേ.
അപ്പോൾ ആരൺ എന്നെ ഒട്ട് വിളിച്ചുമില്ല, ഉറങ്ങിക്കോട്ടെ. ഇന്ന് വെളുപ്പിനെ ഞാൻ 5 മണിക്ക് ഉണർന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് തിരിഞ്ഞും മറിഞ്ഞും 7 മണിക്ക് അവധിക്കാലത്ത് എഴുന്നേക്കുള്ളൂ, ഞാൻ പറഞ്ഞിട്ടില്ലേ. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു. 5 തൊട്ട് ചുമ്മാ അങ്ങ് നക്ഷത്രം എണ്ണി കിടന്നുകൊണ്ട് എനിക്കൊരു ക്ഷീണം, ഈ ചൂടല്ലേ, കണ്ണ് മയക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കരച്ചിലൂടായപ്പം ശരിയായി. എന്നിട്ട് പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ഒരു മയങ്ങാൻ കരഞ്ഞ് കിടന്നുകൊണ്ട് ക്ഷീണിച്ചങ്ങ് ചൂടും കാരണം ഉറങ്ങിപ്പോയി. ആരനൊട്ട് വിളിച്ചുമില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതേണ്ടേ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ബിജിയുടെയൊക്കെ ആത്മാർത്ഥതയെ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഭയങ്കരമായിട്ടങ്ങ് സങ്കടം. എനിക്ക് ഇച്ചിരി കാര്യം മതി, നല്ലതായിട്ട് കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുവാണേ, ഇപ്പം പക്ഷേ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ ഈ അലറിക്കൂവി കരയുന്നത്. കാരണം പണ്ട് ഞാനിവിടെ തൊട്ടപ്പുറത്തൊരു പുള്ളിക്കാരൻ മരിച്ചപ്പോഴത്തേക്കിന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായിരുന്നു. ഹസ്ബൻഡ് ഗൾഫിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ മരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് അങ്ങ് ഭയങ്കര വിഷമം വന്നു. എന്നും എന്നെ കണ്ട് എന്നെ വഴിയിൽ നിർത്തി സംസാരിക്കുകയും, നമ്മുടെ വീടിൻ്റെ അപ്പുറത്താണ്, എന്നോട് എപ്പോഴും സ്നേഹത്തോടെ ഇടപെടുന്ന ഹസ്ബൻഡിൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നേ. അപ്പോൾ അത് പുള്ളിക്ക് ഇങ്ങനെ ലിവർ സിറോസിസ് ആണെന്നോ പിന്നെ ഇത് മരിക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പുള്ളി ബ്ലഡ് ഛർദ്ദിക്കുന്നവരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ പുള്ളി മരിച്ചെന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഓടി ഇവിടുന്ന് അവരുടെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അലറി കൂവി ഭയങ്കര. അവരുടെ ആൾക്കാരും സ്വന്തം ഭാര്യയും കരയുന്നേരോ ഒച്ചത്തി കരഞ്ഞു, എൻ്റെ പൊന്നോ. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഖത്തറിന് വിളിച്ചു പറഞ്ഞ് ജോമ ഭയങ്കര കരച്ചിലായിരുന്നു, എന്നാടാ അങ്ങനെയെന്ന്. ഹസ്ബൻഡും അങ്ങ് വല്ലാതായിപ്പോയി. കാരണം പക്ഷേ പുള്ളിയായിട്ട് നല്ല കൂട്ടായിരുന്നെന്നറിയാം. പക്ഷേ ഇങ്ങനെ എന്നെ കരഞ്ഞതെന്ന് എല്ലാവരും ഓർത്തുപോയി. കാരണം പെട്ടെന്ന് ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും വർത്തമാനം പറയുന്നതാണ്. തലേദിവസം മരിക്കുന്നതിൻ്റെ തലേദിവസം വഴി തടഞ്ഞു നിർത്തി ഞാൻ ചർച്ചിൽ പോയപ്പോൾ എന്നെ വർത്തമാനം പറഞ്ഞ്, ഞാൻ ബാബുവിന് വേണ്ടി, അതായത് എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥിച്ചോളാം കേട്ടോ, അവനോട് ധൈര്യമായിട്ടിരിക്കാൻ പറ, പിന്നെ അവനെ ഞാൻ തിരക്കിയെന്ന് പറ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൻ കേൾക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മരിച്ചെന്നുള്ളതാണ്. പുള്ളിക്ക് ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ലയോ. അത് എപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴേ.